ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏതാ ദിവസം പോലും അറിയത്തില്ല. കാരണം എന്നും എണീക്കുന്നു, ഓരോൻ്റെ പണി ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു, പിന്നെ രാവിലെ എണീക്കുന്നു, തിന്നുന്നു, കിടക്കുന്നു. ഇത് തന്നെയാണ് പരിപാടി. വെളിയിലോട്ട് ഇറങ്ങുന്നുമില്ല, ഒന്നുമില്ല. മഴയാണ്. ഞായറാഴ്ച ദിവസം ഏട്ടൻ പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഏത് ദിവസമാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വെച്ചു. ഏട്ടൻ കാലത്ത് പോയി. പിന്നെ എന്നാ ഉണ്ണിക്ക് പനിയും ജലദോഷവും വയറിന് കംപ്ലൈൻറ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടേ ഉള്ളൂ. കാലത്ത് നല്ല പേരും മഴയായിരുന്നു. ഇപ്പോൾ ഇതേ തോർന്ന് നിൽപ്പുണ്ട്. 8 മണിയാകുമ്പോൾ ഏട്ടൻ പോകും. പക്ഷെ ഇന്ന് 8:45 ആയി ഇന്ന് പോയപ്പം. കാരണം പെരുമഴയാണ്. എങ്ങനെ പോകും? അവിടെ ഒത്തിരി പിള്ളേർ നിൽക്കുന്നത്. എന്താ സംഭവം എന്നറിയത്തില്ല. അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ എന്താ പറയേണ്ടതെന്നുള്ളൊരു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷം. എന്നും ഓരോ പണിയൊന്നും നടക്കുന്നില്ല. കുഞ്ഞിന് വയ്യാത്തത് കൊണ്ട് ഒരു പണിയും നടക്കുന്നില്ല. പിന്നെ അമ്മയും അച്ഛനും ഉള്ളതുകൊണ്ട് അങ്ങനെ പോകുന്നു. അച്ഛൻ കാലത്ത് എന്തോ കൃഷിഭവനിൽ എന്തോ സംഭവം എന്തോ മീറ്റിങ്ങിന് എന്തോ കാര്യത്തിന് പോയേക്കുവാണ്. അമ്മ പണിയെല്ലാം കഴിഞ്ഞു. അമ്മ കിടക്കുന്നു. മണിക്കുട്ടൻ അവിടെ നിന്ന് TV കാണുന്നുണ്ട്. ഞാനപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പണിയും കൂടെ ചെയ്യാൻ ഓർത്ത് വന്നതാണ്. അപ്പോൾ ഭയങ്കര തണുപ്പും കാര്യമായിട്ട് രാവിലത്തെ കുളിയും ഒന്നും കഴിഞ്ഞില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പനിയും ജലദോഷവും കൂടാണ്, മാറുന്നേ ഇല്ല വന്നിട്ട്. ഇതൊക്കെ തന്നെയാണ് വിശേഷം. അപ്പോൾ ഒന്നൊരു ഡേ ഇൻ മൈ ലൈഫിൽ കാണിക്കാനും പാകത്തിനൊന്നുമില്ല. 2-3 ദിവസം ഉണ്ണിക്ക് വയ്യാതിരുന്നുകൊണ്ട് തുണിയലക്കും കാര്യങ്ങളും നടന്നില്ല. അപ്പോൾ തുണിയലക്കും കാര്യങ്ങളും ഒക്കെ ഇന്നലെ കഴിഞ്ഞു. 2 ബക്കറ്റ് തുണി ഉണ്ടായിരുന്നു, എല്ലാം അലക്കി ഇട്ടു. അത് കഴിഞ്ഞു. ഇന്ന് ഒരു ലോഡ് തുണിയുണ്ട്. അതൊക്കെ ഇപ്പോൾ അലക്കാൻ നിന്ന് നമ്മൾ കുളിച്ചിട്ടിരിക്കേണ്ടി വരും. മണിക്കുട്ടിനെ വയ്യാത്തതുകൊണ്ട് എപ്പോഴും എനിക്ക് കുളി നടക്കത്തില്ല. അപ്പോൾ പിന്നെ നമുക്ക് വൈകുന്നേരത്തോടെ അലക്കാം. എപ്പോഴും അങ്ങനെ ഞാൻ വൈകുന്നേരത്ത് അലക്കി കുളിക്കലാണ് പരിപാടി. പിന്നെ വൈകുന്നേരത്താണ് എല്ലാ പണികളും ഓടുന്നത്. എനിക്ക് നല്ല വേർപ്പിൻ്റെ സുഖമുണ്ട്. പണി ചെയ്യുമ്പോഴത്തേനെ അങ്ങനെ നന്നായിട്ട് വേർക്കും. അപ്പം നമുക്ക് വൈകിട്ടത്തേന് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ തോർന്നിരിക്കുമ്പോൾ മുറ്റം ഒന്ന് തൂക്കണമെന്നുണ്ട്. പക്ഷേ വെള്ളം വീണ് ഇങ്ങനെ ഇരിക്കും. കുഞ്ഞു വന്നിട്ടുണ്ട്. ലൈറ്റ് ഇട്ട് ഇനി വാ, ഒരു ഹായ് കൊടുക്കാൻ വാട പൊന്നെ. ഹായ് കൊടുക്കുന്നു. നമ്മുടെ ബുക്ക് എടുത്ത് എറിയല്ലേ. വാ, ഉണ്ണി എടുത്ത് പിടിക്കാൻ പോവാണോ? എന്താ എഴുതാൻ പോകുന്നേ? എന്താ എഴുതാൻ പോകുന്നത് പറഞ്ഞേ? ABC ABC എഴുതാൻ പഠിച്ചോ നീ? പഠിച്ചോ ABC എഴുതാൻ? മറ്റേ ഒരു പാട്ട് പാടി കൊടുത്തവർക്ക്. ഇതെന്നെ കാക്കയ്ക്ക് തങ്ങമ്പാടി പോണ്ടേന്ന് അങ്ങനെയാണോ പാട്ട്? അല്ലല്ലോ മണിയേ, ഒന്നും പഠിക്കത്തില്ല. 2-3 പാട്ടും കാര്യങ്ങളും ഒക്കെ ടീച്ചർ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു പാട്ടിനിടയ്ക്ക് വേറൊരു പാട്ട് കയറി വരും. നമ്മൾ പാടുമ്പോഴും അങ്ങനെ തന്നെ. വല്ല സിനിമ പാട്ട് പാടി വരുമ്പോൾ അതിനിടയ്ക്ക് വേറൊരു പാട്ട് കയറി വരും. അതുപോലെയാണ് മണിയുടെ കാര്യം. വേണ്ട, ഉണ്ണി നന്നായി പാടാദ്യം. കുഞ്ഞി കൊണ്ടൊരു അയ്യോ കത്തിക്കുന്ന ഓമല വയക്കല് വേക്കൻ്റെ ഒരു പൊങ്കരവൻ്റെ ഇതാ ആരാം പോവൻ്റെ ഇതാ തുതിലൊരു കെട്ടൻ്റെ അച്ഛൻ അന്നത്തെ ഉപ്പച്ച അമ്മ രക്തത്തെ തൂത്ത അമ്മൻ്റെ അംഗൻവാടി പോവണ്ടേ. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? അംഗൻവാടി പോകണ്ടെന്ന് മാത്രമുള്ളത് മനസ്സിലായല്ലോ. അത്രേ ഉള്ളു പാട്ട്. അവനെ വയ്യാത്തതുകൊണ്ട് കുറച്ച് കൂടുതൽ. അപ്പോൾ ബാക്കി നമുക്ക് പുറകെ കാണിക്കാം. അപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശയായിരുന്നു, പിന്നെ ഗ്രീൻ പീസ് കറിയും. മണിക്കുട്ടൻ ക്ഷീണിതനാണ്. പനിയൊക്കെ ഒന്ന് വിട്ടുമാറിയിട്ടേ ഉള്ളൂ. ഇന്നലെ ഒന്നും കുളിപ്പിച്ചിട്ടില്ല. ഇന്ന് വൈകിട്ട് ചുമയുണ്ട്, ഒരു സ്റ്റാർട്ടിങ്. അപ്പോൾ പിന്നെ വൈകിട്ടത്തേനെ കുളിപ്പിക്കുന്നുള്ളൂ.
പനിയും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് ഭയങ്കര വാശിയാണ്, തൊട്ടേനും പിടിച്ചതിനും എല്ലാം ഭയങ്കര വാശി. ഇപ്പോൾ ഒരു വാശി കാണാവേ. ഉച്ചയ്ക്ക് ചോറാണ് ഞാൻ കൊടുത്തത്, അവന് വയറ് നല്ല സുഖമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചോറും തക്കാളി ഇച്ചിരി നെയ്യ് പോലൊക്കെ ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കി തരുന്നത് വലിയ ഇഷ്ടമാണ്. ഒരു മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് ഇപ്പോൾ വാശി കാണാം നമുക്കേ. ചോറുണ്ടേ ബാ ചോറിന വാ ചോറിന വാ അമ്മ ഒന്ന് വാടാ. ആ മോൻ കണ്ട വാ. പറയണ്ടാടാ വാ. അമ്മയുടെ സ്വത്തല്ലേ, അമ്മയോട് പിണങ്ങിയോ? വാ. ഇത് പൂച്ച വരെ ചോറുണ്ട്. പൂച്ച ചോറിനെന്നാണ്ട്, അവൻ ചോറിനെന്നാണ്ട്. മഞ്ഞേ നിനക്ക് ചോറിന് കറിയൊന്നുമില്ലേ? പൂച്ച എണ്ണ ഒഴിച്ച് ഇളക്കിയത് മാത്രമേ തിന്നത്തുള്ളൂ. മാന്ത് എൻ്റെ പൊന്നുവാ ചോറിന് വെന്നില്ലേ? അതെന്നാ എന്നാ കാര്യണ്ടടാ? അച്ഛമ്മേനെ മതിയോ? പൊന്നൂസിന് വേണ്ടേ? എന്നാൽ ഞാൻ പോട്ടെ, ഞാൻ ചുങ്കപ്പാറയ്ക്ക് പോട്ടെ, ചിന്നുട്ടിയുടെ വീട്ടിൽ പോട്ടെ. എന്നാൽ ശരി, നീ നിൻ്റെ അച്ഛമ്മയൊക്കെ ഇരുന്നോ കേട്ടോ ഇവിടെ. അമ്മ പോവാണേ. ഓക്കെ ബൈ ബൈ, സീ യു. സീ യു. നിൻ്റെ അച്ഛമ്മയാണോ? എന്നാൽ കെട്ടിപ്പിടിച്ചോ. എനിക്ക് വേണ്ട, നീ കൊണ്ടുപോകും, നിൻ്റെ അച്ഛമ്മ. അമ്മ വേണ്ടല്ലോ, ഞാനിപ്പോൾ അച്ചാച്ചിയെ വിളിക്കും. ഞാൻ പോവാ, ഇപ്പോൾ വണ്ടി വരും. ഇപ്പോൾ കണ്ണപ്പൻ എന്നെ കൊണ്ടുപോകാൻ വരും. ഞാൻ പോവാ. അച്ഛമ്മ മൂളുന്നു. പ്ലെയിനിലേ വരുന്നത് കണ്ണപ്പൻ. കണ്ണാ നീ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. അവൻ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി. പനിയും ജലദോഷവും ഒക്കെ ആയതുകൊണ്ട് ക്ഷീണമുണ്ട്. രാത്രിയൊന്നും നല്ല ഉറക്കമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവൻ നേരത്തെ കിടന്ന് ഉറങ്ങി. അപ്പം ഞാൻ എൻ്റെ എഴുത്തും വരെയും കുറിയിലോട്ടൊക്കെ കടന്നു. പിന്നെ അച്ഛനും അമ്മയും തൊടി വരെ ഒന്ന് പോവാണ്. നല്ല കാറ്റും മഴയൊക്കെ അല്ലായിരുന്നോ, തേങ്ങയൊക്കെ വല്ലതും വീണിട്ടുണ്ടോ എന്നൊക്കെ നോക്കാനും, കൂണൊക്കെ പൊട്ടലോ ഇടിവെട്ടും കൊള്ളിയനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂണൊക്കെ ഉണ്ടോ നോക്കാനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അവർ. ഈ തോർന്ന് നിൽക്കുന്ന നേരത്ത് പോയാലേ നമുക്ക് ഇത്തിരി വിറകെങ്കിലും എടുത്തുകൊണ്ട് വരാനായിട്ട് പറ്റത്തുള്ളൂ. അവിടോട്ട് പോകുന്ന വഴിയെല്ലാം നല്ല ചള്ളയാണ്. പാടത്തിൻ്റെ അകത്തൂടെ വേണം പോകാനായിട്ട്. മൊത്തം ചള്ളയും കുഴിയൊക്കെ തന്നെയാണ്. അമ്മ പറഞ്ഞു അവിടെ മുത്തറ്റം വരെ വെള്ളം ഉണ്ടായിരുന്നു, അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നാലും പിന്നെ നമ്മുടെ തൊടിയൊന്ന് പോയി നോക്കാതെ തരവില്ലല്ലോ. വല്ല മരങ്ങളോ വല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാടത്തൊക്കെ വല്ല വീണിട്ടുണ്ടോ എന്ന് ചെന്ന് നോക്കിയാലേ അറിയത്തുള്ളൂ. ഇവിടുന്നൊരു 1 കിലോമീറ്റർ കൂടുതലുണ്ടെന്ന് തോന്നുന്നു തൊടിയിലോട്ട് പോകാനായിട്ട്. അങ്ങ് വരെ വണ്ടിയൊന്നും പോകത്തില്ല. റോഡിൽ വെച്ചിട്ടാണ് ഇവർ അങ്ങോട്ട് പാടത്തോടെ നടന്നാണ് പോകുന്നത് തൊടിയിലോട്ട്. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. ഞാനും ഫുഡൊക്കെ കഴിച്ചു. അടുത്ത മഴക്കാറിന് മുന്നേ അവർക്ക് വരണം. അപ്പോൾ വേഗം ധൃതി വെച്ച് പോവാണ്. ബാക്കി ഇനി ചോറും കറിയും പണികളും ഒക്കെ ഇനി വൈകുന്നേരത്തോടെ ചെയ്താൽ മതി. ഇപ്പോൾ ഒരു 2 മണി സമയമായി കാണും. അപ്പോൾ തന്നെയാണ് അവർ ഇറങ്ങാൻ നിൽക്കുന്നത്. അവർ പോയിട്ട് വരുമ്പോഴത്തേനും ഒരു 3-4 മണി ആവുമായിരിക്കും. അടുത്ത മഴക്കാറിന് മുന്നേ എത്തുമെന്ന് തോന്നുന്നു. മണി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ വാശിയായിരിക്കും. എന്നാലും ഞാൻ മണി എണീറ്റ് കഴിഞ്ഞിട്ടേ ഞാൻ ബാക്കി പരിപാടി നോക്കത്തുള്ളൂ. കാരണം കുഞ്ഞിന് വയ്യാതെയും കൂടി ഇരിക്കുമ്പോഴത്തേന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഒന്ന് കണ്ണ് തുറക്കുമ്പോഴത്തേന് കണ്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര വാശിയാവും, കരച്ചിലാവും, ബഹളമാവും. അവൻ എണീറ്റിട്ടില്ല. അപ്പോൾ തന്നെ ഞാൻ ചായ വെക്കാനായിട്ട് പോവാണ്. എനിക്കും വയ്യ, ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ പാലും അപ്പോൾ അവിടോട്ടുള്ള പണികളെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ കറികളൊക്കെ ഒന്ന് ചൂടാക്കി വെക്കണം. രസവും ഗ്രീൻ പീസ് കറിയും ഉണ്ട്. പിന്നെ അച്ഛൻ ചിക്കൻ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ചിക്കൻ അതോടുകൂടി, അതായത് തൊലി പൊളിച്ച് കഴിഞ്ഞുകൊണ്ട് നമ്മൾ വാങ്ങിക്കൊണ്ട് വരികയാണ്. ചിക്കൻ അവർ വെട്ടിത്തരുമ്പോഴത്തേനും പകുതി പീസും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല. അതെവിടെ പോകുന്നതെന്നറിയത്തില്ല, അവർ മുക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചിക്കനൊക്കെ വാങ്ങുവാണെങ്കിൽ നമ്മൾ തൊലി പൊളിച്ച് കഴിഞ്ഞാൽ അതോടെ വാങ്ങിക്കൊണ്ട് വന്ന് വീട്ടിൽ വെട്ടുന്നതായിരിക്കും നല്ലത്. ചിക്കൻ വെട്ടൻ്റെ നാക്കൊക്കെ അമ്മയ്ക്കറിയാം. അമ്മ ഇപ്പോഴും പറയും, പണ്ട് കൊച്ചുനാളിലൊക്കെ അമ്മയായിരുന്നു കോഴിയുടെ പെടലേക്ക് പിടിച്ചതെന്നൊക്കെ പറഞ്ഞ് അമ്മ ഇപ്പോൾ ചിക്കൻ വെട്ടാൻ നല്ല എക്സ്പേർട്ടാണ്. അപ്പം പാൽച്ചായയും വെച്ചു, കട്ടൻ ചായയും വെച്ചിട്ടുണ്ട്. മണിക്കൂട്ടൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല.
പിന്നെ അവിടെ ബണ്ണും കാര്യങ്ങളും ഒക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ മണിക്കുട്ടൻ എണീറ്റാലും ചായയും അതുമൊക്കെ കൊടുക്കാം. പക്ഷേ വാശി കാരണം ഒന്നും തിന്നുന്നുമില്ല, കുടിക്കുന്നുമില്ല. ഒരു 2 ദിവസം ഭയങ്കര മെനക്കേടാണ് പനി വന്നു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ പിന്നെ അവൻ കഴിക്കുകയും കുടിക്കാനും ഒരു വാശിയില്ല, ബഹളവും ഇല്ല. ഒന്ന് കണ്ണുരുട്ടിയാൽ വന്ന് വേഗം കഴിച്ചോളും. പിന്നെ ഇവിടെ ചായയൊക്കെ വെക്കുവാണെങ്കിൽ 2 തരം ചായ വെക്കണം. പാൽ ചായയും വെക്കണം, കട്ടൻ ചായയും വെക്കണം. അച്ഛനാണെങ്കിൽ പാൽ ചായ കുടിക്കത്തേ ഇല്ല. വെളിയിലൊക്കെ പോവുകയാണെങ്കിൽ കടയിലൊക്കെ നടത്തിയാൽ അങ്ങനെ പാൽ ചായ കുടിക്കും. പക്ഷേ വീട്ടിലെന്തോ പുള്ളിക്ക് കട്ടൻ ചായയോടാണ് താല്പര്യം. ഇവിടെ എല്ലാവർക്കും കട്ടൻ ചായയാണ് താല്പര്യം. ഏത് സമയത്ത് ഏത് ഉറക്കളയ്ക്ക് കൊടുത്താലും ആരായാലും കട്ടൻ ചായ എത്ര വേണമെങ്കിലും കുടിക്കും. ഇവിടെ പഞ്ചാരയ്ക്കും തേയിലയ്ക്കുമാണ് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത്. ചോറിന് അത്രയും ചിലവ് പോലും ഇല്ല. പിന്നെ ഇപ്പോൾ പാൽ ചായ എനിക്കും മണിക്കുട്ടനും അമ്മയ്ക്കുമാണ്. അപ്പം ഞങ്ങൾ പാൽ വെക്കും. മഞ്ഞ ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട്. മഴ ഇതുവരെയും പെയ്തിട്ടില്ല. അവർ തൊടിയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് പെയ്താൽ മതിയായിരുന്നു, അല്ലേ നനഞ്ഞ് കുളിച്ച് വരേണ്ട വരും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മഞ്ഞപ്പൂച്ച. മഞ്ഞയെന്നാണ് പേര്. പല പേരും കിടന്ന് വിളിക്കുന്നുണ്ട്. അത് അമ്മയുടെ പൂച്ചയാണ്. എന്നാലും ഞങ്ങൾക്കും ഇഷ്ടമൊക്കെയാണ്. പക്ഷേ ഇഷ്ടം കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് വല്ല അപകടമൊക്കെ സംഭവിച്ചു കഴിയുമ്പോഴത്തേന് ഭയങ്കര വെപ്രാളവും മനസ്സിന് വിഷമവും ആയിരിക്കും. അതുകൊണ്ടാണ് കൂടുതൽ സ്നേഹിക്കാത്തത്. പക്ഷേ ഇത് അമ്മയുടെ പൂച്ചയാണ്. 3 പൂച്ചകളുണ്ടായിരുന്നേ. 2 എണ്ണമാണെങ്കിൽ ഇവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് റോഡിൽ പോയി 2 പേരും വണ്ടി ഇടിച്ചാണ് ചത്തുപോയത്. ഇപ്പോൾ ലാസ്റ്റുള്ളത് ഒരെണ്ണേ ഉള്ളൂ ഞങ്ങൾക്ക്. ഇതുവരെയും റോഡിൻ്റെ സൈഡിലോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ പ്രായം വരെ അങ്ങനെ ഇരിക്കുന്നത്. അതിവിടെ ചുറ്റിപ്പറ്റി തന്നെ നടക്കുകയാണ്. ഇവിടെ 2 കണ്ടന്മാരുണ്ട്. ഇതും കണ്ടനായതുകൊണ്ട് ഇതിനെ കടിച്ചു പറിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് 2 കണ്ടൻ പൂച്ചകൾ. അതുകൊണ്ട് അമ്മ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പൂച്ചയാണ് ഞങ്ങളുടെ മഞ്ഞപ്പൂച്ച. കുഞ്ഞിന് ജലദോഷം കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് നരങ്ങലും മൂളലും ചീറ്റലും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ പണികളൊന്നും ഓടിയില്ല. പണികളൊക്കെ ഇഷ്ടം കൂട്ടുണ്ട്. കരം തേക്കാനും പാത്രം കഴുകാനും ഒക്കെ ഉണ്ട്. അപ്പം അടുപ്പത്ത് ചായ വെച്ച സമയത്ത് തന്നെ ആ കറികളൊക്കെ ചൂടാക്കി വെക്കുകയാണ്. ആ പാത്രങ്ങളെല്ലാം ഇനി കഴുകാനുള്ളതാണ്. അവൻ എണീക്കുന്നതിന് മുമ്പേ ആ മുറ്റവും കൂടെ ഒന്ന് തൂത്തിടണം. പിന്നെ അകമാണെങ്കിൽ അവനവിടെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ, അവനെന്നെ കാണാമല്ലോ. അപ്പം അങ്ങനെ എണീറ്റാൽ പ്രശ്നമാവും. കാരണം അവൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരാണോ ഇല്ലാത്തത് അവരെ കാണുമെന്നേ അവൻ പറയത്തുള്ളൂ. എന്നാൽ എൻ്റെ അടുത്ത് ഇരിക്കണം, കെട്ടിപ്പിടിച്ചിരിക്കണം, അങ്ങനല്ല. അച്ചാച്ചി എന്ത് ചെയ്യേ, അച്ചമ്മ എന്ത് ചെയ്യേ, പപ്പാച്ചി എന്ത് ചെയ്യെന്ന് പറഞ്ഞ് വാവിട്ട് കരയും. ഒരു തരം വാശി. അതെന്താണെന്നറിയത്തില്ല, പനി ജലദോഷം ആയതുകൊണ്ടാണ്. അപ്പം ചായയൊക്കെ ഞങ്ങൾക്ക് 2 പേർക്ക് എടുത്തു. എനിക്കുള്ളത് എടുത്തു വെച്ചു. മണിക്കൂട്ടുള്ളത് ചൂടാറിയിട്ട് കൊടുക്കാം. അവന് ഉണർന്ന് കിടക്കുവാണ്. വയ്യാത്തതുകൊണ്ട് എണീറ്റ് വന്നില്ല. കണ്ണ് തുറന്ന് കിടക്കുകയാണ്. മണി കണ്ണ് തുറന്ന് കിടക്കുകയാണ്. ഇനി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വാശിയും കാര്യവും കരച്ചിലും ഒക്കെ ആവും. പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. പിന്നെ നമുക്ക് വഴക്ക് പറയാനോ ഒന്നും പറ്റത്തില്ല. കാരണം പനിയാണെങ്കിൽ കൂടുതൽ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജലദോഷം എല്ലാം കൂടുകയേ ഉള്ളൂ. മൂക്ക് വലിച്ചിങ്ങനെ ഇരിക്കും. അതുകൊണ്ട് നമുക്ക് വേഗം മുറ്റം തൂക്കാമെന്ന് ഓർത്തിട്ട് ഓടി ഇറങ്ങിയപ്പോഴത്തേന് ധാവൻ എണ്ണീറ്റിട്ട് അകത്ത് കിടന്ന് നല്ല കാർച്ചയാണ്. എന്നിട്ട് അതുവഴി വരാൻ പറഞ്ഞിട്ട് വരുന്നേ ഇല്ല. അപ്പുറം വഴി ഇറങ്ങി വരാം. ഞാനിവിടെ ഫ്രണ്ടിലത്തെ കഥ അടച്ചിട്ടേക്കുക. അപ്പോൾ പുറകെ കൂടെ വരാൻ പറഞ്ഞിട്ട് വരുന്നേ ഇല്ല. അവിടെ എന്ന് പൊന്നൂസ് വാന്ന് പറഞ്ഞിട്ട് കിടന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഈ പണി നടക്കത്തില്ല. അതുകൊണ്ട് വേഗം മുറ്റം തൂക്കുകയാണ്. ഈ മൂച്ചിൻ്റെ ഇല നല്ല രീതിക്ക് പൊഴിഞ്ഞ് പോകുന്നുണ്ട്. പഴുത്ത ഇലകളെല്ലാം പോകുന്നതാണ്. അപ്പോൾ അത് തൂക്കുകയാണ്. ഇതുപോലെയുള്ള പുട്ടുകട്ടയിലൊക്കെ നല്ല നീളമുള്ള ചൂലാണെങ്കിൽ നല്ല വേഗം തൂത്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ വേറൊരു എക്സ്ട്രാ ചൂല് കൊണ്ട് വെച്ചേക്കുന്നത് ആ ഭാഗത്തോട്ട് തൂക്കണയിൽ ഈ നീളമുള്ള ചൂലും കൊണ്ട് പറ്റത്തില്ല. അതിനാണ് ആ കുറ്റിച്ചൂല് ഞാനവിടെ കൊണ്ടുവച്ചത്. അപ്പോൾ 2 ചൂലും എടുത്തുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വരുന്നത്. അപ്പം മണി ഭയങ്കര വാശിയായി. അവനപ്പുറം വഴി വന്ന് കരഞ്ഞ് മൂങ്ങി നിൽക്കുകയാണ്. ഇറങ്ങി നിൽക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങി നിൽക്കുന്നില്ല. ഭയങ്കര വാശി, കരച്ചിൽ. പിന്നെ റോഡല്ലേന്ന് ഓർത്തിട്ട് എഴുതി വെച്ച് തന്നെ ഞാനങ്ങ് തൂത്തുകൂട്ടി അങ്ങ് കളഞ്ഞു. അവിടെ ഓടയുണ്ട്, കണ്ടോ, അവിടെ ഇരുത്തിയിട്ടും അവൻ എണ്ണീറ്റ് എളിയിൽ കയറി. അവിടെ ഓടയുണ്ട്, ഓടയ്ക്കകത്തോട്ട് ഇടുകയാണ്. ഇപ്പോൾ മഴയായതുകൊണ്ട് അത് അങ്ങനെ അങ്ങ് പോകും. പിന്നെ നല്ല വെയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ വെച്ച് തന്നെ കത്തിച്ച് അങ്ങനെ കളയുകയാണ്. അവന് അച്ചാച്ചിയെ കാണണം, അച്ചമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നെ ചെയ്യാനായിട്ട്, അവർ തൊടിയിൽ പോയിട്ട് എപ്പോൾ വരാനായിട്ടാണ്. അപ്പോൾ വന്നിട്ട് അവന് ചായ കൊടുക്കാനായിട്ട് ഒന്ന് സമാധാനിപ്പിച്ച് ഒന്ന് ഇരുത്താനൊക്കെ കുറേ നോക്കി, ഒന്നും നടക്കുന്നില്ല. അച്ഛനും അമ്മയും വരുന്നവരെ എങ്ങനെയും ഒന്ന് പിടിച്ച് വെക്കണം.
അവൻ അച്ചാച്ചിയെ കാണണം അച്ഛമ്മയെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ്. പിന്നെ സമാധാനിപ്പിച്ച് അവിടെ പോയതാ തേങ്ങയിടാൻ പോയതാ തേങ്ങയിട്ട് കുഞ്ഞിന് കൊണ്ടുവരും നാളികേരം കൊണ്ടുവരും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒന്ന് സമാധാനിപ്പിച്ച് വേറെ കാര്യങ്ങളും ഒക്കെ വേറെ ചിന്തയിലോട്ടൊക്കെ കടത്തി അങ്ങനെയൊക്കെയാണ് ഞാൻ ഇരുത്തിയത്. പിന്നെ ഫോൺ വിളിക്കണം. പിന്നെ ഫോൺ വിളിച്ചപ്പോൾ വാ വിട്ട് കരയുന്നു. കരഞ്ഞിട്ട് എൻ്റെ ഫോണും വലിച്ചെറിഞ്ഞ് അതിൻ്റെ സ്ക്രീൻ ഗാർഡും പൊട്ടി. പിന്നെ സമാധാനിപ്പിച്ച് ചായയൊക്കെ ഞാൻ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് കഴിക്കാൻ പറഞ്ഞിട്ട് വേണ്ട, അവന് ബണ്ണ് വേണ്ട, ബിസ്ക്കറ്റ് വേണ്ട, ഒന്നും വേണ്ട, അവൻ അച്ചാച്ചിയെ കണ്ടാൽ മതി. അങ്ങനെ അച്ഛനും അമ്മയും ഇപ്പം തന്നെ ധൃതി വെച്ച് വരും. കാരണം ഇവന് ജലദോഷം പനി ആയതുകൊണ്ട് അവർ കൂടുതൽ എൻ്റെ അടുക്ക് ഇരുന്ന് കരയുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് വേഗം വരും. ഇതെല്ലാം കഴിഞ്ഞ് പപ്പാച്ചി വന്നു കഴിഞ്ഞാലോ അച്ചാച്ചിയും വേണ്ട, അച്ഛമ്മയും വേണ്ട, പൊന്നൂസിനെയും വേണ്ട, ആരെയും വേണ്ട. അപ്പോൾ പപ്പാച്ചിയെ മാത്രം മതി. പപ്പാച്ചിയും കൂടെ കാണുമ്പോഴത്തേന് ഭയങ്കര കൊഞ്ചൽ കൂടും. കഴിക്കാൻ വിളിച്ചാൽ വരത്തില്ല. നമ്മൾ അടിച്ചില്ലേലും അടിച്ചെന്ന് പറയും. പൊന്നൂസ് വഴക്ക് പറഞ്ഞെന്ന് പറയും. എന്തൊക്കെയാ. പിന്നെ വൈകുന്നേരം വരെയുള്ള പരാതി പറച്ചിൽ. എവിടെ പോവാ? എവിടെ പോവാ? പറയ്. പിന്നെ അച്ഛനും അമ്മയൊക്കെ വന്നു. അച്ഛനാണെങ്കിൽ ചിക്കനുള്ള സവോളയും കാര്യങ്ങളും ഒക്കെ അരിഞ്ഞും പറക്കിയൊക്കെ വെക്കുവാണ്. ഞാനപ്പോൾ വേറെ പണികളും നോക്കുകയാണ്. മണിക്കുട്ടൻ അമ്മയുടെ കയ്യിലുണ്ട്. ഇന്നത്തെ ചിക്കൻ കറി അച്ഛൻ വെച്ചോളും. പിന്നെ വൈകുന്നേരമായി മണിക്ക് ഞാൻ കുറുക്കാണ് കൊടുക്കുന്നത്. കാരണം അവന് വയ്യ. അപ്പോൾ ഇച്ചിരി കട്ടിയായിട്ട് പോട്ടെന്നൊക്കെ ഓർത്തിട്ട് കുറുക്കാണ് ഞാൻ കൊടുക്കുന്നത്. അതാകുമ്പോൾ കഴിച്ചോളും. കൂടുതൽ ഗുസ്തി പിടിക്കേണ്ട കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഞാൻ വൈകുന്നേരം എപ്പോഴാണോ കഴിക്കുന്നത് അതിനൊരു അരമണിക്കൂർ മുന്നേ ഉണ്ടാക്കി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ചെറിയ ചൂടോടെയാണ് ഞാൻ കൊടുക്കുന്നത്. ഇങ്ങനെ കൂടുതൽ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിന്നാനായിട്ട് ഒരു ടേസ്റ്റ് കാണത്തില്ല. ഒരു ചെറിയ ചൂടോടെ കൊടുക്കണം. അപ്പോഴേ അതിനൊരു ടേസ്റ്റും ഉള്ളൂ. പിന്നെ അവൻ കഴിക്കത്തുള്ളൂ. കൂടുതലും ഞാൻ വൈകുന്നേരമൊക്കെ ഞാൻ കുറുക്കാണ് കൊടുക്കുന്നത്. ചാച്ചിയെ ചവിട്ടുന്നു, പപ്പാച്ചി പിച്ചുന്നു, വഴക്കുണ്ടാക്കുന്നു, വഴക്ക് പറയുന്നു. എനിക്ക് ചുമ്മാ കാണിക്കുന്നതാണ്. അവനെ പിച്ചുവും കാര്യങ്ങളും ഒന്നല്ല, ചുമ്മാ അവിടെ ഇക്കിളി ഇടുന്നതാണ്. അപ്പോൾ ഞാൻ സെൽഫിക്ക് പോസ് ചെയ്യാൻ പറഞ്ഞതാണ്. അങ്ങനെ വൈകുന്നേരത്ത് പൂരിയും ചപ്പാത്തിയും പിന്നെ ചിക്കനും കിഴങ്ങും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.